അതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ വീണ്ടും കാട്ടുകൊമ്പൻ കബാലി ഇറങ്ങി. റോഡിലിറങ്ങിയ കബാലി 1 മണിക്കൂറോളം വാഹനങ്ങൾ തടഞ്ഞിട്ടു. ഷോളയാർ പവർ ഹൗസിന് സമീപമായിരുന്നു ഒറ്റയാന്റെ വഴിതടയൽ. KSRTC ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ വഴിയിൽ കുടുങ്ങി. ലിഷോയി ചേരുന്നുണ്ട്. വിവരങ്ങൾ നൽകാൻ ലിഷോയി, എപ്പോഴായിരുന്നു സംഭവം? എത്ര സമയമാണ് കബാലി വാഹനങ്ങളെ കുരുക്കിലാക്കിയത്? തുരത്തിയോ പിന്നീട്? ഇന്നലെയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും കബാലി മലക്കപ്പാറ അതിരപ്പള്ളി റോഡിൽ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്രാവശ്യം പക്ഷേ ഈ വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുകയോ ആക്രമണമോ ഒന്നും തന്നെ, അത്തരത്തിലുള്ള സ്വഭാവം ഒന്നും തന്നെ കാണിച്ചില്ല എന്നുള്ളത് ആശ്വാസമായ കാര്യമാണ്. ഇന്നലെ ഇത്തരത്തിൽ ഈ വനത്തിനോട് ചേർന്നുള്ള ഈ റോഡിനോട് ചേർന്നുള്ള വനപ്രദേശത്ത് പന കുത്തിമറച്ചിട്ട ശേഷം ഭക്ഷിക്കുകയായിരുന്നു അത്. അതിനുശേഷം പെട്ടെന്ന് ഈ റോഡിലേക്ക് ഇറങ്ങുകയായിരുന്നു. ആ സമയത്ത് തൊട്ടടുത്ത് തന്നെ ചെറുവാഹനങ്ങൾ, കാർ ഉൾപ്പെടെ 2 കാറുകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. പക്ഷേ ആ കാറുകൾക്ക് നേരെ ആന എത്തിയില്ല എന്ന് മാത്രമല്ല, ഭാഗ്യം കൊണ്ട് ആ കാറുകൾക്ക് മുന്നോട്ട് പോകാനും കഴിഞ്ഞു. പിന്നീട് KSRTCയുടെ ഉല്ലാസയാത്ര നടത്തുന്ന ബസ് സർവീസ്, ആ ബസ് സർവീസ് പുറകിലുണ്ടായിരുന്നു. ഏകദേശം അരമണിക്കൂറോളം വാഹനങ്ങൾ അവിടെ ആ റോഡിൽ തടഞ്ഞു. ഈ പവർ ഹൗസ് റോഡിൽ പെൻസ്റ്റോക്ക് പൈപ്പിന്റെ ആ പരിസരത്തൊക്കെ തന്നെയാണ് ഈ സംഭവം ഉണ്ടായത്. അതിനുശേഷം വാഹനങ്ങൾ കുറച്ച് നേരം കടന്നു പോകുന്നതിന് വേണ്ടി ആന റോഡിൽ നിന്ന് മാറിയിരുന്നു. പക്ഷേ വീണ്ടും ആന റോഡിലേക്ക് കയറുകയായിരുന്നു. ഏകദേശം 1 മണിക്കൂറോളം ഗതാഗത തടസ്സം ഈ റോഡിൽ ഉണ്ടായി. അതിനുശേഷം എന്തായാലും മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലാതെ കബാലി വീണ്ടും കാട് കയറിയിട്ടുണ്ട്. ഈ ഉള്ളിലൂടെയുള്ള റോഡായതിനാൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് പതിവാണ്. പക്ഷേ കബാലി ഇറങ്ങുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പലപ്പോഴും വാഹനങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടാകാറുണ്ട്. ഇത്തവണ എന്തായാലും അത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്.